ഇത് പോത്ത് ഇതാണ്ടാ ഇതുവഴി വന്നിങ്ങനെ ഇറങ്ങി ഇതിനെ വലിച്ചൊടിച്ച് ഇതിൻ്റെ ഇലയൊക്കെ തിന്നുകൊണ്ട് പോയി. വേണ്ട ഇതങ്ങനെ 10-15 മൂട് ഇവിടെ വലിച്ച് ഓടിച്ചു കളഞ്ഞു. ഇത്രയും പരിവായ തയ്യാണ്. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് വലിയ മിച്ചമായ ലാഭം. പിന്നെ അന്നത്തെ വരവും ചിലവ് നോക്കുമ്പോൾ നഷ്ടത്തിലാണ്. കാരണം ഇതിപ്പോൾ തന്നെ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നാലും ഒരു 50,000 രൂപയെങ്കിലും ഇല്ലാതെ ഇതിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റില്ല. സർക്കാരിൽ നമുക്ക് ഇപ്പോൾ സബ്സിഡി ഒന്നും കിട്ടുന്നില്ലല്ലോ. സർക്കാരിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ വന്ന് നോക്കുമ്പോൾ വാഴയ്ക്ക് നഷ്ടം വന്ന് ഒരു വാഴയ്ക്ക് ഇത്ര പൈസ കിട്ടും. ഇപ്പോൾ തന്നെ ഈ നിൽക്കുന്ന ഇവിടെ ഞാൻ 1000 മൂട് വാഴയോളം ഇവിടെ 1000 മൂട് നകത്ത് നട്ട് എനിക്കാണെങ്കിൽ ഒരു കുല പോലും കുരങ്ങ് കടിക്കാത്ത കിട്ടിയില്ല. രാത്രി ഉറക്കമില്ല, പകൽ കുരങ്ങാൻ, രാത്രി കാട്ടുപോത്തും പിന്നെ കാട്ടുപന്നി എല്ലാം അതിഭയങ്കരമായ ശല്യം. കാരണം ഇത് ഇവിടെ വേല ഉദ്യോഗസ്ഥന്മാർ ആരും ഇതൊന്നും ഒരു മുൻകൈ എടുക്കുക അല്ലെങ്കിൽ പോത്തിനെ വരട്ടാനൊന്നും ഫോറസ്റ്റിൻ്റെ അധികാരം ആരും വന്നിട്ടില്ല. കുരങ്ങൻ്റെ എന്തെങ്കിലും എഴുത്തുപരം കയ്യ കാല പോയെന്ന് പറഞ്ഞാൽ നമ്മളെ കൈയും കാലും പോയാൽ അവർക്ക് നഷ്ടം കുഴപ്പമില്ല. കുരങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പന്നിയൊന്നും ചെയ്യാൻ പറ്റില്ല, പോത്തിനും ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇപ്പം മനുഷ്യനെല്ലാം വിലയില്ലാതെ ഉള്ളൂ. വലിയ കണ്ണ് എനിക്ക് ഒട്ടും കാഴ്ചയില്ല. അപ്പോൾ ഇറവി കണ്ണിനാണെങ്കിൽ പകുതി ഒറ്റേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞ് 50% കുറഞ്ഞിരിക്കുകയാണ്. ഇന്നാളെ തന്നെ ഈ കാട്ടുപന്നി അവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്. പക്ഷേ പന്നി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ വാഴയിലിങ്ങനെ കരിയില പിടിച്ചാൽ കൊണ്ട് നീക്കിയപ്പോഴാണ് പന്നി ഇറങ്ങി പോയത്. ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനോട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് ലോണൊക്കെ കിട്ടാതെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം കാർഷിക മേഖലയിൽ നിന്ന് ലോൺ കിട്ടിയിരുന്നാലും നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് കടബാധ്യതയിൽ മുങ്ങി പോവുകയാണ്. ഇതൊക്കെ പാട്ടഭൂമികളൊക്കെയാണ്. ഇതെല്ലാം ഇത്രയും പരിവായ തയ്യാറാണ് വേണ്ട വലിച്ചൊടിച്ചിട്ടായിരുന്നു പോത്ത്. ഈ പരിവാക്കി എടുക്കണമെങ്കിൽ എന്ത് പാട്. മണ്ണിൽ പൊന്നു വിളയിക്കും ഈ മനുഷ്യൻ. കർഷകനല്ലേ സാർ? കളപറിക്കാൻ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞത് നിങ്ങളോടാണ്. നമുക്ക് അന്നം നൽകാൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്നവരുടെ അഭ്യർത്ഥന കണ്ടില്ലെന്ന് നടിക്കരുതേ. സജികുമാറിനൊപ്പം ടി. എസ്. ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.